എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുളിയോഗരെ അല്ലാന്നുണ്ടെങ്കിൽ പുളി സാദം എന്ന് പറഞ്ഞൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. നമ്മളിപ്പോൾ കർണാടക ആ സൈഡിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിൽ പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു റൈസാണ് പുളിയോഗരയും അതുപോലെ തന്നെ ലെമൺ റൈസും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടി തയ്യാറാക്കി എടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കടലപ്പരിപ്പാണ്, പായസമൊക്കെ ഉണ്ടാക്കുന്ന കടലപ്പരിപ്പ്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുഴുവനെയുള്ള മല്ലി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 4 വറ്റൽമുളക്. ഇത് കാശ്മീരി മുളകാണ്, അതായത് പിരിയൻ മുളക്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോരുത്, നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് റൈസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പം കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും പിന്നെ 3 ടീസ്പൂൺ കപ്പലണ്ടി, ഇത് പച്ച കപ്പലണ്ടിയാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പലണ്ടി നന്നായിട്ട് തന്നെ മൂക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആ പൊടിച്ചതിൽ നിന്നും എല്ലാം ചേർക്കുന്നില്ല, ഒരു 3 സ്പൂണ് ചേർത്താൽ മതി. പൊടി നമുക്ക് ബാക്കി വന്നത് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ച് വെച്ചിട്ട് പിന്നീട് ഉണ്ടാക്കുമ്പോൾ എടുക്കാവുന്നതാണ്. ഈ പൊടികൾ ഓൾറെഡി നന്നായിട്ട് വറുത്ത് പൊടിച്ചതുകൊണ്ട് വീണ്ടും ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞ് ഒഴിച്ചതാണ്. പുളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കുക. പുളിവെള്ളം ഒന്ന് വറ്റണം. പുളിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർക്കുന്നത്. പുളി മാത്രമായിട്ട് നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുളിയായിരിക്കും. അപ്പോൾ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചോറാണ് ചേർക്കുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അരി ഒരു 3-3.5 തവി നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയ തവിക്ക് ഒരു 2 കപ്പ് റൈസാണ് ഉള്ളത്. അരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് വേറെ കറികളൊന്നും വേണ്ട. അച്ചാറോ തൈരോ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചാണ്. അപ്പോൾ ലഞ്ച് ബോക്സിന് കൊണ്ടുപോകാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്